നമസ്കാരം. ഇന്ത്യാസ് ടൂർ ഓഫ് ഓസ്ട്രേലിയ നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ടൂർണമെൻ്റാണ്, ഒരു സീരീസാണ്. കാരണം വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തന്നെ സ്ക്വാഡ് അനൗൺസ് ചെയ്യാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇന്ത്യ ഒരു ODI കളിച്ചിട്ട് ആദ്യം തന്നെ ODI കഴിഞ്ഞിട്ടാണ് T20 സീരീസ്. 3 ODI മത്സരങ്ങളും അതിനുശേഷം 5 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത്. അപ്പോൾ ODI നമ്മൾ ഇന്ത്യ കളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തിൽ കൂടുതലായി. അതായത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ് ഇന്ത്യ അവസാനമായിട്ടൊരു ODI മത്സരം കളിച്ചത്. അതിലത്തെ ഒരു ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് UAE-ലായിരുന്നു, സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച മിക്കവാറും ഉള്ള പ്ലേയേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. മുഹമ്മദ് ഷമിയുടെ സെലക്ഷൻ മാത്രം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടീം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അജിത് അഗർക്കർ പറഞ്ഞിരുന്നു ഷമി കുറച്ച് മാച്ചസ് കളിച്ച് ഫിറ്റ്നസ്സും കാര്യങ്ങളും ഫോമും ഒക്കെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സോ അതല്ലാതെ ബാക്കി എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹർദിക് പാണ്ഡ്യ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ കളിക്കാതെ ഒരു പരിക്കിൻ്റെ പിടിയിലാണ്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെ പരിക്ക് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഇനി ശുഭ്മൻ ഗില്ല്, KL രാഹുൽ, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയൊക്കെ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 14-ാം തീയതിയാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടെസ്റ്റ് അവസാനിക്കുന്നത്. 19-ാം തീയതിയാണ് ഓസ്ട്രേലിയയിൽ ആദ്യത്തെ ODI നടക്കുന്നത്. സോ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇവർക്ക് ഈ ടെസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് അവിടെ ഓസ്ട്രേലിയ എത്തുക, അവിടുത്തെ ഒരു കണ്ടീഷൻസുമായിട്ട് ഒന്ന് ഇതാവുക, ഒരു ചെറിയ പ്രാക്ടീസ് സെഷനൊക്കെ നടത്തുക എന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് ODIയിൽ ഇവരെല്ലാം അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് ഒരു ചോദ്യം. പിന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ആയതുകൊണ്ട് 5 ദിവസം ടെസ്റ്റ് നിൽക്കത്തില്ല എന്നുള്ള പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്മൂത്തായിട്ട് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ രണ്ടാമതായിട്ട് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത് ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ടെസ്റ്റിലെ പോലെ ഇവർ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഒഴിവാക്കുമോ, അതോ ODIയിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതുവരെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം നമുക്കതിന് കിട്ടാനായിട്ട് സാധിച്ചില്ല. കാരണം ഇവരാരും ഇതുവരെ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അതിനുശേഷം മാച്ച് പ്രാക്ടീസ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി അഥവാ കളിക്കുവാണെങ്കിൽ തന്നെ ഈ 3 മത്സരങ്ങൾ അവരുടെ മുമ്പിലുള്ള അതിനെങ്ങാനും ഇവർ ഫോമൗട്ടാണ്, റൺസ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് പ്രൂവ് ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സീരീസാണ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി സംബന്ധിച്ച് സെലക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും രോഹിത് ശർമ്മ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ശുഭ്മൻ ഗില്ലിലൊക്കെ തന്നെ ഇന്ത്യൻ സെലക്ടേഴ്സ് പോകുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. വേറൊരു കണ്ടസ്റ്റൻ്റാണ് ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ടെസ്റ്റിൽ നിന്ന് 6 മാസത്തേക്ക് ഇടവേള എടുക്കുമെന്ന് ശ്രേയസ് അയ്യർ പറഞ്ഞെന്നുണ്ടെങ്കിലും വൈറ്റ് ബോളിൽ ശ്രേയസ് അയ്യർ കളിക്കാൻ റെഡിയാണ്. ഇപ്പോൾ ഇന്ത്യ എക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലിസ്റ്ററിങ് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ശ്രേയസ് അയ്യർ എന്തായാലും നമ്പർ 4 ഇന്ത്യക്ക് വേണ്ടി കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹർദിക് പാണ്ഡ്യയുടെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ, പരിക്ക് എത്രത്തോളം ഉണ്ട്. ഇനി ODI സീരീസിന് അവൈലബിൾ അല്ലാതെ T20 സീരീസിന് അവൈലബിൾ ആവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ ശിവൻ ദുബെ ഇങ്ങനെയുള്ള ഓൾറൗണ്ടേഴ്സ് ODIയിലേക്ക് ഇന്ത്യ പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടതിനറിയണം. അതിന് ഋഷഭ് പന്തിൻ്റെ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് അതും ഇതുപോലെ തന്നെ ODI സീരീസിലേക്ക് ഉണ്ടാവോ ഇല്ല T20യിലേക്ക് മാത്രം. T20യിലേക്ക് ഋഷഭ് പന്ത് വരാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ ബൂംറ, സിറാജ്, അർഷ്ദീപ്, ഹർഷിത് റാണ ഇവർ 4 പേരെ ആയിരിക്കും മിക്കവാറും സ്പേസ് അറ്റാക്ക്. ഏറ്റവും പ്രധാനമായിട്ട് സഞ്ജു സാംസൺ ODIയിൽ ഫിറ്റിൻ ആവോ? ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ KL രാഹുൽ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ട് ODIയിലെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ആയിരിക്കും കാണുന്നത്. കാരണം ഓൾറെഡി T20 കളിക്കാനായിട്ട് ഇന്ത്യ പോകുന്നുണ്ട്. ഈ സഞ്ജു സാംസൺ ഓൾറെഡി ആ ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ട് സഞ്ജു സാംസൺ തന്നെ മതി എന്ന് തീരുമാനിക്കുമോ ഒരു സെക്കൻഡറി വിക്കറ്റ് കീപ്പറായിട്ട്? അതോ ഋഷഭ് പന്ത് അവൈലബിൾ ആണ്, ഋഷഭ് പന്തിലേക്കോ അല്ലെങ്കിൽ ധ്രുവ് ജുറയിലേക്കോ ഒക്കെ ഇവർ നോക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ സെലക്ഷനിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു ടീം നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ജഡേജ, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്. ഇതായിരുന്നു നമ്മൾ ആ സ്പിൻ കണ്ടീഷനുള്ള UAEയിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ കളിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഇതായിരിക്കത്തില്ല ഇന്ത്യയുടെ ടീമിനെ. ഇപ്പോൾ ഒബ്വിയസ്ലി മുഹമ്മദ് ഷമി ഉണ്ടാവില്ല. അതല്ലാതെ തന്നെ കുൽദീപ് യാദവ് ആൻഡ് വരുൺ ചക്രവർത്തി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ കളിക്കാൻ പോകുന്നില്ല. കാരണം അക്സർ പട്ടേൽ, ജഡേജ, കുൽദീപ് യാദവ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഇത്രയും പേരുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു ടീം പറയുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ,
ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ ഉണ്ടാവുമെന്ന് അറിയില്ല. ഹർദിക് പാണ്ഡ്യ ഇല്ലാന്നുണ്ടെങ്കിൽ ദൂബെ, നിതീഷ് കുമാർ റെഡ്ഡി, ഇതിൽ ആരെങ്കിലും ഒരാൾ. അക്സർ പട്ടേലിനാണോ അവർ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ കുൽദീപ് യാദവിനെ കളിപ്പിക്കുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുൽദീപ് യാദവ് ലോകത്ത് എവിടെയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഗംഭീറിൻ്റെ കോച്ചിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറൗണ്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവ് പുറത്തിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതല്ലാതെ രവീന്ദ്ര ജഡേജ ഉറപ്പായിട്ടും കളിക്കും. അർഷ്ദീപ് സിംഗ്, സിറാജ് ആൻഡ് ബൂംറ ഇവർ 3 പേരും പ്ലേയിങ് 11 കളിക്കാനാണ് ചാൻസ്. കൂടെ പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ ഇവർ 2 പേരും സ്ക്വാഡിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ പേഴ്സന് ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. അപ്പോൾ ഋഷഭ് പന്ത് ഉണ്ടെങ്കിൽ ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ അല്ലെങ്കിൽ ധ്രുവ് ജുറേൽ ആരായിരിക്കും എന്ന് കണ്ടുതന്നെ അറിയണം. വാഷിങ്ടൺ സുന്ദർ ഉണ്ടായിരുന്നു നമ്മൾ ബാക്കപ്പിൽ UAE. ഇവിടെ ബാക്കപ്പായിട്ട് ആരാണ്, പ്രസിദ്ധ് കൃഷ്ണ ആണോ എന്നുള്ളത് കണ്ടറിയണം. കുൽദീപ് യാദവ്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി. സോ വരുൺ ചക്രവർത്തി ആൻഡ് കുൽദീപ് യാദവ് ഇവർ 2 പേരെയും ഈ ഒരു ടീമിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയണം. എങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു സെലക്ഷൻ തന്നെ ആയിരിക്കും ഇത്. കാരണം ഓസ്ട്രേലിയൻ കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ ഇതുവരെ റീസെൻ്റ്ലി ഇന്ത്യ കളിച്ച ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല ഓസ്ട്രേലിയൻ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഇന്ത്യക്ക് മാക്സിമം ഒരു സ്പിന്നറിനെ കളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഒരു കുൽദീപ് യാദവ് ആണോ, അല്ലെങ്കിൽ ഓൾറെഡി ഓൾറൗണ്ടർ ഉള്ളതുകൊണ്ട് അക്സർ പട്ടേലോ രവീന്ദ്ര ജഡേജയൊക്കെയാണ് ഓഡിയിൽ കളിപ്പിക്കാൻ പോകുന്നത്. ഇനി T20 വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഏഷ്യ കപ്പിൽ കളിച്ച ഓൾമോസ്റ്റ് സെയിം ടീം തന്നെ ആയിരിക്കും ഓസ്ട്രേലിയയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പിന്നിന് തീർച്ചയായിട്ടും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്പിന്നിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പേസ് ബോളേഴ്സ് വരും. ഓൾറൗണ്ടേഴ്സ് തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇവിടെ അവസരം കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു സെലക്ഷൻ വളരെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെല്ലാം വളരെ പ്രതീക്ഷയോടെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സെലക്ഷനാണ്. കാരണം വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ, ദ ബിഗ് നെയിംസ് കമ്മിങ് ബാക്ക് ടു ഇന്ത്യൻ ക്രിക്കറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അവർ കളിക്കേണ്ട ആ ഒരു 3 ഓടി എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെയായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്. കാരണം ഒരുപാട് 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ ഇവർ 2 പേരും തിരിച്ചു വരുന്നു എന്നുള്ളൊരു വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അതിനകത്ത് ട്വിസ്റ്റൊന്നും ഗംഭീർ തരാതിരിക്കട്ടെ. എന്നാലും ഈ ടീമിൽ ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോഴുള്ള ഇന്ത്യയുടെ ടീമിൽ ഓഡിയിലും അതുപോലെ തന്നെ T20 ടീമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗംഭീർ വമ്പൻ ടിസ്റ്റ് തരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.